വിത്ത് ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു മാവിൽ പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമോ? എന്നാൽ അതെ, ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നല്ലതായിട്ട് പുളിച്ച് വന്നിട്ടുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3.5-4 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർന്ന പച്ചരിയാണിത്. പച്ചരി നന്നായി കഴുകിയെടുത്ത് 3.5 തൊട്ട് 4 മണിക്കൂർ വരെ കുതിർത്തെടുക്കാം. അങ്ങനെ കുതിർത്തെടുത്ത അരി നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതോടൊപ്പം ഒരു ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ അരി അളന്നെടുത്തത്. അപ്പോൾ അത്രയും തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പത്തിനൊക്കെ അരയ്ക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും മൂപ്പ് കുറഞ്ഞ തേങ്ങയാണ് എടുക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് അവലും കൂടി എടുത്തിട്ടുണ്ട്. അവൽ നന്നായി ഒന്ന് കഴുകി ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. മാവ് പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പത്തിനൊക്കെ അരയ്ക്കുന്നത് നല്ലതായിട്ട് പേസ്റ്റായിട്ട് തന്നെ കിട്ടണം, നമുക്ക് തരികളൊന്നും പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് വെക്കാം. ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്താൽ നാളെ ഇനി മാവ് പുളിച്ച് വരുമ്പോൾ നമ്മൾ അപ്പം ചുടുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താലും കുഴപ്പമൊന്നും ഉണ്ടാവാനില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെയോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ പൊട്ടിക്കുന്ന തേങ്ങയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മാറ്റി വെച്ചിരുന്ന വെള്ളമാണ്. ഒരു 24 മണിക്കൂറൊക്കെ നമുക്ക് ഈ വെള്ളം വെളിയിൽ വെച്ച് തന്നെ ഒന്ന് പുളിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നല്ല പുളിച്ചിരിക്കുന്ന തേങ്ങാവെള്ളമാണിത്. തേങ്ങാവെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ നാടൻ കള്ളൊക്കെ ഒഴിച്ച് അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും രുചിയൊക്കെ നമ്മുടെ ഈ ഒരു അപ്പത്തിന് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ടാണ് ഈ തേങ്ങാവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റൊക്കെ പലർക്കും വയറ്റിന് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, സോഡാപ്പൊടി പോലുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അതിനെല്ലാം പകരമായിട്ട് ഈ തേങ്ങാവെള്ളം പുളിപ്പിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ തേങ്ങാവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് ഒരു ലൂസായിട്ട് പരുവത്തിലാണ് ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ആ മാവ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവ് ഒരുപാടങ്ങ് കുറുകിയിരിക്കേണ്ട. അപ്പം രാത്രി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ആ മാവൊക്കെ നല്ല സെറ്റായി പുളിച്ച് നല്ല കറക്റ്റ് പരുവത്തിന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇട്ട് കൊടുത്ത ആ ഒരു ഉപ്പൊക്കെ പാകമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു അപ്പച്ചെമ്പ് ചൂടാക്കി അതിലേക്കൊന്ന് ഒഴിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കാസ്റ്റ് അയണിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതിനകത്താണെങ്കിൽ ചൂടാക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നല്ല ചൂടായി പോകാനും പാടില്ല, എന്നാൽ ചൂട് കുറഞ്ഞു പോകാനും പാടില്ല. അതേപോലെ ഒരു നോർമൽ ചൂടിൽ വേണം കാസ്റ്റ് അയണിൻ്റെ അപ്പച്ചട്ടിയാണെങ്കിൽ ചൂടാക്കിയെടുക്കാൻ. ഞാനിപ്പോൾ ഇത് നന്നായി ചൂടായതിന് ശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അപ്പത്തിൻ്റെ മാവ് അതിലേക്ക് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയെടുത്തത് കണ്ടോ. നല്ല പാലപ്പമാണ്, കണ്ടില്ലേ. നന്നായിട്ട് കാസ്റ്റിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ടാണ് ഈ ചട്ടുകം വെച്ചൊക്കെ ഇളക്കിയെടുക്കേണ്ടത്. അതല്ല ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് തന്നെ ഇളക്കിയെടുക്കാവുന്ന രീതിയിലായിരിക്കും ഇത് കിട്ടുക. പിന്നെ കാസ്റ്റ് അയണിൻ്റെ ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴറിയാമല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എണ്ണയൊക്കെ തേച്ച് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മുടെ ആ ഒരു അപ്പത്തിനുണ്ടാവും. നോൺ സ്റ്റിക്കിനാണെങ്കിൽ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കില്ലല്ലോ. അതല്ലെങ്കിൽ തന്നെയും പഴമയുടെ രുചികളൊക്കെ ഒന്ന് വേറെ തന്നെയാണല്ലോ. ഇനി ബാക്കി വന്ന മാവും കൂടി നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഈ അപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഹോള് വീഴുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പത്തിൻ്റെ എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമ്പോഴാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മാവ് വെച്ച് തന്നെ നമുക്ക് 2 ടൈപ്പ് അപ്പം തന്നെ ഉണ്ടാക്കാവുന്ന. അപ്പോൾ നമ്മുടെ പാലപ്പം നമ്മൾ ഉണ്ടാക്കി കാണിച്ചിരുന്നു.
ഇനി നമുക്ക് അതുപോലെ തന്നെ ദോശക്കല്ലിലാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളയപ്പം, കള്ളപ്പം എന്നൊക്കെ പറയും. ഈ ഒരു രീതിയിൽ ദോശക്കല്ലിൽ കോരി ഒഴിച്ചിട്ട് നമ്മൾ അധികം അങ്ങ് പരത്തി കൊടുക്കില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു അടപ്പ് വെച്ച് ഇത് അടച്ചു കൊടുത്താൽ ഇത് ഇതുപോലെ നല്ലൊരു കള്ളപ്പം എന്നൊക്കെയാണ് ഇവിടെയൊക്കെ പറയുന്നത്, അതല്ലെങ്കിൽ വട്ടയപ്പം തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരേ തരം മാവ് വെച്ച് തന്നെയാണ് ഈ 2 ടൈപ്പ് അപ്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു ദിവസമൊക്കെ അരച്ച് വെച്ചാൽ മാവ് ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം പാലപ്പവും പിറ്റേ ദിവസം ഇതുപോലെയുള്ള വട്ടയപ്പവും ഉണ്ടാക്കി കൊടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ അതൊന്നും മടുപ്പൊന്നും ആവത്തില്ല. അപ്പം ഇതുപോലെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പം. നമ്മൾ മറ്റേതിൻ്റെ കൂട്ട് മൊരിഞ്ഞ് വരില്ല, പക്ഷെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിങ്ങനെ തിരിച്ചിടത്തില്ല, തിരിച്ചിടാതെ തന്നെ നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഉള്ള അപ്പം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കേ.